അവൻ ചെറുക്കനോട് പറഞ്ഞു ഷാപ്പിലോട്ട് വരാൻ മതി, ഷാപ്പിൽ വന്ന് കണ്ടിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. ആണ്ടാ വർത്താനം പറയാം. ഷാപ്പിൽ വന്ന് പെണ്ണ് കാണാനോ? അവൻ കള്ളു കുടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, ഒന്നും ചെയ്യാത്തൊരു പയ്യൻ. അത് സാരില്ല, കണ്ടു സംസാരിച്ചാൽ മാത്രം മതിയല്ലോ. അയ്യോ, അത് നടക്കുന്ന കാര്യമല്ലെന്ന്. അതിന് നടക്കില്ലാത്തന്നെ. നടക്കുകയല്ലെന്ന് പറഞ്ഞാൽ ഒന്നാമത് അവര് പച്ചപ്പരിഷ്കാരി ചെറുക്കനാ. അവിടെ ഭാഗ്യത്തിന് അവനെ കിട്ടിയതാ. ആണോ? ആ സാരില്ല, വരുമ്പോ അവൻ എന്തെങ്കിലും പറഞ്ഞ് അവൻ സംസാരിക്കാം. എന്ന് പറഞ്ഞു നോക്കാം. അവനൊരു 11:15 വള്ളിക്കിഞ്ഞ് വരും. വള്ളിക്ക് വരാൻ അവന്റെ മൗഗുളിയാണ്. വണ്ടിയില്ല, വണ്ടിയൊക്കെ ആയി വരുന്നുള്ളൂ. കാട് പ്രദേശത്ത് വള്ളി തൂങ്ങിയാ വരുന്നേ. അപ്പൊ അവൻ അന്നേരത്തേക്ക് വരത്തുള്ളൂ. അപ്പൊ ഞാനത് വിളിച്ച് ക്ലിയർ ചെയ്യാം. അപ്പൊ എന്നാ ഉണ്ട് കഴിക്കാൻ? എന്നെ ഉണ്ട് എന്നാ എന്തെങ്കിലും താ കഴിക്കാൻ. എന്നാ കൊക്കറച്ചി ഉണ്ട്. കൊക്കറച്ചി പൊളിക്കും. കൊക്കറച്ചാ 650 രൂപയാവും. 650 രൂപ കൊക്കറച്ചിക്ക്? അതെന്തോ അത്രയും വില? കൊക്കനെ പിടിക്കാൻ എന്നാ ബുദ്ധിമുട്ടാണെന്നറിയോ? അതിന് പിടിച്ചോണ്ട് വന്ന് ഉണ്ടാക്കി വെക്കണ വലിയ ബുദ്ധിമുട്ടാ അതിന്. അതെന്തോ അത്രയും പാടുന്നോ? എടാ, കൊക്കനെ നമുക്ക് പെട്ടെന്ന് കിട്ടുവോ? ഇല്ല. കൊക്കൊക്കെ ഈ കണ്ടത്തി ഇരുന്നോണ്ട് തവളേനെ വിഴുങ്ങിട്ട് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുമ്പോ പുറകിടെ ചെന്ന് കൊക്ക എന്ന് വിളിക്കുമ്പോ കൊക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഈ വശത്തോടെ ഓറഞ്ചിന്റെ തൊലി കൊണ്ട് കണ്ണിൽ ഒറ്റ ചീച്ചിരും. ചീച്ചിച്ച് കഴിഞ്ഞാൽ വൈകുണ്ട് കണ്ണുപോയെന്ന് പറഞ്ഞ് കരയും. ആ സമയത്ത് തന്നെ നമ്മൾ മുളക് മല്ലിപ്പൊടി എല്ലാം കൂടെ കൂട്ടി ഒരു വെള്ളത്തിലാക്കി അങ്ങ് കഴുകും മുഖം. ആണോ? അന്നേരം ഇത് ഈ മുളകും മല്ലിപ്പൊടിയൊക്കെ എന്തിനാ കഴിയുന്നത്? പിന്നെ മസാല ചേർക്കണ്ടല്ലോ, നേരെ അങ്ങ് എടുത്തിട്ട് ഉണ്ടാക്കിയാ പോരെ. അത്രേ ഉള്ളൂ. എന്നാ വേറെ എന്തോട്ട് കഴിക്കാൻ? വേറെ കുഞ്ഞാഞ്ഞുണ്ട്. കുഞ്ഞുഞ്ഞുണ്ട്. കുഞ്ഞുഞ്ഞോ? അതെന്താ സാധനം? കുഞ്ഞു എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? ഇല്ല. ആമയിറച്ചിക്ക് പറയുന്ന പേരാ. ആമയിറച്ചി എന്ന് പറഞ്ഞാൽ പോലീസ് പിടിക്കും. അപ്പൊ കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഈ ആമയം കൊണ്ട് തന്നെ പുള്ളിയുടെ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞു ഒരെണ്ണം അച്ഛനും എടുക്ക. അച്ഛനെ ഒരു കുഞ്ഞുഞ്ഞ് തരാം കേട്ടോ. അച്ഛനുണ്ട് എന്റെ കൂടെ. അച്ഛനോ? അച്ഛൻ ഷാപ്പിൽ ഞാൻ എപ്പോ വന്നാലും അച്ഛന്റെ ആത്മാവിന്റെ കൂടെ വരും. എവിടെ? ഇവിടെ ഉണ്ട് ആള്. കുഞ്ഞും കൂട്ടി കുടുക്കന ഒരു സാധനോടെ മേടിച്ചാൽ അടിക്കാൻ നമുക്ക്. ഇപ്പുറത്ത് കുഞ്ഞും കൂട്ടി സ്ഥിരം ഒരു സാധനം നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു മൂപ്പനൊരു സാധനം ഉണ്ട്. അത് കൊടുക്കാം. എന്നാ അല്ല, ഒന്ന് സംസാരിച്ചോ? അതെ, ഈ മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പേ അച്ഛാ ഒരു 650 രൂപ ഇവിടുന്ന് അച്ഛാ മറ്റേ ഷാപ്പില് ഒരു 650 രൂപ പറ്റിയായിരുന്നു. അതുണ്ടോ കയ്യിൽ? അല്ലെങ്കിൽ ഞാൻ മകനോട് മേടിച്ചോളാം. എന്തെങ്കിലും ഒരു കാര്യം എവിടെ വരുന്ന ഈ ഷാപ്പിൽ വരുമ്പോഴാ അച്ഛൻ്റെ ആത്മാവിന്റെ കൂടെ വരുന്നത്. അപ്പൊ തന്നെ നിങ്ങളെ കടത്തിന്റെ മണ്ടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു.